ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ പറയാൻ പോകുന്നത് വാട്ടർ പ്രൂഫിങ്ങിനെ പറ്റിയാണ്. ഈ വാട്ടർ പ്രൂഫിംഗ് ടെക്നോളജി നമ്മുടെ ഇടയിൽ നിലവിൽ വന്നിട്ട് 2-3 വർഷമേ ആയിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ വർഷമാണ് ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. എന്നാലും പുതിയ രീതികൾ പരീക്ഷിച്ച് നോക്കി അവയിൽ കുറേ എണ്ണം തെറ്റുപറ്റിയിട്ടുണ്ട്. കൂടെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിനുണ്ടായ അനുഭവങ്ങൾ കൂടി പറയട്ടെ. ഇത് വാട്ടർ പ്രൂഫിങ് വളരെയധികം ചെലവേറിയ ഒരു സംഗതിയാണ്. നിരവധി പ്രൊഫഷണൽ കമ്പനികൾ വാട്ടർ പ്രൂഫിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ധാരാളം വാട്ടർ പ്രൂഫിംഗ് കമ്പനികളുണ്ട്. അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഞാനൊരു വാട്ടർ പ്രൂഫിംഗ് പരീക്ഷിച്ച് നോക്കി. അതിന് മുകളിൽ ഈ വർഷം ചിലവ് ചുരുക്കുവാൻ വേണ്ടിയിട്ട് വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചു. SBR ലാറ്റക്സിൻ്റെ കൂടെ വൈറ്റ് സിമെൻറ്റാണ് ഉപയോഗിച്ചത്. അതിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങൾ കണ്ടത്. എന്നാൽ 1-2 ആഴ്ച കഴിയുമ്പോൾ അതിൽ വന്ന മാറ്റങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വന്നൊരു നഷ്ടം വേറെ ആർക്കും വന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം എനിക്കൊരു 10,000 രൂപയുടെ അടുത്ത് നഷ്ടങ്ങൾ വന്നു. ആ നഷ്ടത്തിൻ്റെ കഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതെങ്ങനെയാണ് പ്രോപ്പറായി ചെയ്യേണ്ടത് എന്നുള്ളത് തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം ഇതേപ്പറ്റി ചെയ്തതിൻ്റെ അനുഭവ വെളിച്ചത്തിൽ പറയുന്ന ഒരു വീഡിയോ ആണ്. വൈറ്റ് സിമെൻറ്റും SBR ലാറ്റക്സും അതായത് കൂടിയ മിക്സ് ചെയ്തിട്ട് ഒരു വാട്ടർ പ്രൂഫിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. 2 ലെയറായിട്ടാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞ വർഷം ഒരു ലെയർ ചെയ്തു, ഈ വർഷം ഒരു ലെയർ ചെയ്തു. ഇതിനടിയിൽ ഫൈബർ മെഷ് വിരിച്ചിട്ടുണ്ട്. 1-2 കോട്ടുകൾ സിമെൻറ്റിൻ്റെ കൂടെ SBR ലാറ്റക്സ് ചെയ്തു. അതിനുശേഷം ഫൈബർ മെഷ് വിരിച്ചു. അതിനു മുകളിൽ 2-3 കോട്ട്, 4-5 കോട്ട് അതായത് നമ്മുടെ വൈറ്റ് സിമെൻറ്റ് ചെയ്തു. അങ്ങനെ വൈറ്റ് സിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു 10 mm, ഒരു 8 mm വരെ തിക്നെസ്സിൽ ഇത് കുറേ ലെയറായിട്ട് ചെയ്തു. ധാരണ ഇത് നല്ല രീതിയിൽ ചെയ്താൽ നല്ല കട്ടിയും അതുപോലെ തണുപ്പും വരും എന്ന് തന്നെയായിരുന്നു. വൈറ്റ് സിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല തണുപ്പുണ്ട്, സൂര്യപ്രകാശമൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെറിയൊരു ഫാൾട്ട് പറ്റി. ആ ഫാൾട്ടും കൂടെ ഈ വീഡിയോയുടെ കൂടെ വിവരിക്കുകയാണ്. ഈ ചിത്രം നിങ്ങൾ കാണുന്നത് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് 2-3 ദിവസത്തിനുള്ളിൽ എടുത്തൊരു വീഡിയോ ആണ്. കണ്ടോ, വളരെ മൊത്തം കവറായിട്ടുണ്ട്. വാട്ടർ പ്രൂഫിങ് കാണാൻ നല്ല ഭംഗിയുണ്ട്, ചൂടൊക്കെ കുറവാണ്. എന്നാൽ 2 ആഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ക്രാക്കുകൾ വന്നു തുടങ്ങി. എന്തുകൊണ്ടാണ് ക്രാക്ക് വന്നതെന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങനെ ആരും ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. അതായത് വൈറ്റ് സിമെൻറ്റിൻ്റെ കൂടെ SBR ലാറ്റക്സും ചേർത്ത് തേർഡ് ആൻഡ് ഫൈനൽ കോട്ടിങ് ചെയ്തു. അതുമാത്രമല്ല, സിക്ക SBR ലാറ്റക്സ് നമുക്കറിയാം വേൾഡ് ക്ലാസ് കമ്പനിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ നല്ല കട്ടിയിൽ അത് റേഷ്യോ കുറച്ചുകൊണ്ട് ചെയ്താൽ ഈട് നിൽക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചത് ഒരു വലിയ മണ്ടത്തരം ആയിപ്പോയി എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ഇതിന് പകരം നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് PU ആണ്. പോളിയൂറത്തീൻ, അക്രിലിക് പോളിയൂറത്തീൻ ആണ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അത് ഒന്നാമത്തെ പാഠം. പിന്നെ എനിക്ക് ഒരു സിക്ക SBR ലാറ്റക്സ് 20 ലിറ്റർ 5,200 രൂപ, കൂടാതെ വൈറ്റ് സിമെൻറ്റ് 2,000 രൂപ, കൂടാതെ ജോലിയുടെ മെനക്കേട് അതൊക്കെ നോക്കുമ്പോൾ ഒരു 10,000 രൂപയുടെ നഷ്ടം ഈ ഒരു കോട്ടിങ്ങിൽ വന്നു കഴിഞ്ഞു. പല സ്ഥലത്തും ക്രാക്കുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. സിമെൻറ്റ് അത്ര നല്ലതല്ല എന്നുള്ളതാണ് സിമെൻറ്റീഷ്യസിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്. കാരണം ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ബ്രാൻഡായ സിക്ക തന്നെയാണ് ഞാനിവിടെ വാട്ടർ പ്രൂഫിങ്ങിന് ഉപയോഗിച്ചത്. സിക്കയുടെ SBR ലാറ്റക്സ് 20 ലിറ്ററിൻ്റെ 2 എണ്ണം വാങ്ങിച്ചിരുന്നു. ഒരെണ്ണം പഴയതാണ് നിങ്ങൾ കാണുന്നത്. 2 എണ്ണം 40 ലിറ്ററിൻ്റെ വാങ്ങിച്ചാണ് ഉപയോഗിച്ചത്. അപ്പോൾ വൈറ്റ് സിമെൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ആരും ചെയ്തിട്ട് കാണിച്ചിട്ടിരുന്നില്ല. അങ്ങനെ വൈറ്റ് സിമെൻറ്റിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്തു. 1:4:8 വേണ്ടടുത്ത് 1:3:5 എന്ന റേഷ്യോയിൽ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം കോട്ടിങ് അടിച്ചു. 2, 3 അല്ല 5, 6 കോട്ട് വരെ മുകളിൽ ചെയ്തു. അങ്ങനെ വലിയൊരു ലെയർ അവിടെ രൂപപ്പെട്ടു സിമെൻറ്റിൻ്റെ. പക്ഷേ ഇത് പൊട്ടുന്നുണ്ട്. അടിച്ചതിന് ശേഷം നല്ല റിഫ്ലക്റ്റിംഗ് ഉണ്ട്. നമ്മൾ നട്ടുച്ചയ്ക്ക് രാവിലെ പോയി തൊട്ട് നോക്കുമ്പോഴും ഉച്ചയ്ക്ക് പോയി തൊട്ട് നോക്കുമ്പോഴും വൈകിട്ട് പോയി തൊട്ട് നോക്കുമ്പോഴും ഒരു ലെവലേഷൻ ചൂട് പോലും ഇല്ല. തണുപ്പ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, കോൺക്രീറ്റിന് ചൂട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. പറ്റിയൊരു മിസ്റ്റേക്ക്, ഒരു ലെയർ ഞാൻ കംപ്ലീറ്റ് തുടക്കം മുതലേ വാട്ടർ പ്രൂഫിങ് ചെയ്തുകൊണ്ട് അവിടെ സെറ്റാണ്. എന്നാൽ മറുഭാഗത്ത് കഴിഞ്ഞ വർഷം ചെയ്ത സിമെൻറ്റീഷ്യസ് മിക്സ്ചറിൻ്റെ അതിൻ്റെ കോട്ടിങ്ങിൻ്റെ മുകളിലാണ് ഈ വർഷം ചെയ്തത്. നിങ്ങളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിനാൽ അതിൽ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും അവിടെ ക്രാക്കുകൾ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ഇത് അടിക്കുമ്പോൾ പൊട്ടാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ റിമൂവ് ചെയ്ത് ഇപ്പോൾ തൽക്കാലം ടെമ്പററി ആയിട്ട് അവിടെ അടച്ചത് നമ്മളെ PU ആക്രിലിക് പെയിൻറ്റ് കൊണ്ട് ഇത് അടച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മഴക്കാലം കഴിഞ്ഞിട്ട് അടുത്ത സീസണിൽ കംപ്ലീറ്റ് ഇത് അടിച്ച് പൊട്ടിച്ച് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാം. അത് വരും വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഭാഗത്ത് വലിയ നഷ്ടങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഒരു ഭാഗത്ത് നല്ല കംപ്ലീറ്റ് അടിപൊളിയാണ്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ആദ്യം സിമെൻറ്റ് ഉപയോഗിച്ചു, പിന്നീട് വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചു. അങ്ങനെ 4, 5, 6 കോട്ട് ഒരേ ലെയർ ചെയ്തു. എന്നാൽ മറുഭാഗത്ത് ചെയ്തത് കഴിഞ്ഞ വർഷം ചെയ്തതിൻ്റെ മുകളിൽ വൈറ്റ് സിമെൻറ്റ് അടിച്ചു. അത് അവിടെ ഒരു ലെയർ വേറെ തന്നെ നിന്ന് ഒട്ടുന്നില്ല. പിന്നീട് ഇതിന് ക്രാക്ക് വരാൻ തുടങ്ങി. ക്രാക്ക് വന്ന ഫോട്ടോസൊന്നും ഇതിൻ്റെ കൂടെ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട
കാര്യങ്ങൾ കൃത്യമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഇതൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ ഈ ഒരു പോർഷനിൽ വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ല, ക്രാക്കൊന്നുമില്ല. എന്നാൽ അതിൻ്റെ മറുഭാഗത്ത് കഴിഞ്ഞ വർഷം ചെയ്തതിൻ്റെ മുകൾ ഭാഗത്ത് ചെയ്യുമ്പോഴാണ് അവിടെ 2 ദിവസം കഴിയുമ്പോൾ ക്രാക്കുകളൊക്കെ രൂപപ്പെട്ടത്. നല്ല വാട്ടർ പ്രൂഫിങ്, നല്ല ഫിനിഷിങ് ഒറ്റയ്ക്ക് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തിരുന്നു. ഒരു പക്ഷേ ഒരു 10,000 രൂപ കൂടെ അഡീഷണൽ മുടക്കിയാൽ ഒരു PU എനിക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യാമായിരുന്നു. PU ചെയ്തിരുന്നെങ്കിൽ ഒന്നും പറ്റുമായിരുന്നില്ല. കാരണം നല്ല ഒരു ഒട്ടുന്ന പശ ടൈപ്പാണ് PU. നന്നായിട്ട് ഒട്ടിപ്പിടിക്കും, ഇളകൂല. ഒരു കോട്ടിങ്ങായി, 10 വർഷത്തെ വാറണ്ടിയായി. പ്രത്യേകിച്ച് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ PU ആണ് ഏറ്റവും നല്ലത്. നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യാൻ പ്രൈമർ കോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സിക്ക തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ കോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് PU തന്നെയാണ് വേണ്ടത്. അതിനെപ്പറ്റി വരും വീഡിയോയിൽ ആ പ്രൊഡക്റ്റിനെ പറ്റി വളരെ വ്യക്തമായിട്ട് ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന വീഡിയോ ആണ്. ഇതൊക്കെ വൈറ്റ് സിമെൻ്റാണ്, ഇതൊക്കെ നഷ്ടമായി വാങ്ങിച്ചിട്ട്. വൈറ്റ് സിമെൻറ്റ് നല്ല വിലയുണ്ട്. ബിർളയുടെ തന്നെയാണ് ഉപയോഗിച്ചത്. നെക്സ്റ്റ് വീഡിയോ കാണുക.